പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത്. കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട്, ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം. അത് നീ തന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന, ആയിരക്കണക്കിന് ആരാധന. ദൈവമേ, അതെല്ലാം ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത ദൈവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആശ്രയിക്കപ്പെടുന്നു. എൻ്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിൻ്റെ രണ്ടാമത് സുവിശേഷ ഭാഗ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളെ പൊതുവെ നോക്കുമ്പോൾ ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനും എല്ലാം നിലയം വിളിച്ച് നടക്കുന്ന കുറേ ആൾക്കാരില്ലേ? ഞാൻ അങ്ങനെ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ? പിള്ളേർ വെറുതെ എന്നുമ്പോൾ നില വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ വാവേ എന്ന് പറയുമ്പോൾ പൂർവശത്ത് പ്രാവശ്യം കൊച്ചു വെറുതെ കിടന്ന് പോയിട്ടാണ്. ഇതുപോലെ വലിയ മനുഷ്യരുണ്ട് വെറുതെ കിടന്ന് നിലവിളിക്കുന്നവർ. ഈശോയ്ക്ക് ഈ വെറുതെ കിടന്ന് നിലവിളിക്കുന്നവരെ ഭയങ്കര നീരസമാണ്. ഈശോയുടെ ഗെറ്റ് ഔട്ട് അടിക്കും. എല്ലാ കാര്യത്തിലും അളിഞ്ഞ മോന്തമായിട്ട് നിലപിടിച്ച് നടക്കണില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണെന്ന്? നോ നോ നോ. അവർ ഈശോ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്. ഗെറ്റ് ഔട്ട് അടിക്കുന്നത് കേൾക്കാം. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരറിയാല എല്ലാത്തിനെയും. അതായത് സങ്കടം ഇങ്ങനെ കുഴലൂതി ഊതി യഹൂദന്മാരെ വിളിയും കാണും ഇതുപോലെ കുറെ ആൾക്കാർ. നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് ഇടുകയല്ലേ? അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട്. ലത്തീൻ കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു, പുത്തമ്മാനം വായിക്കുന്നില്ല. അതിൻ്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട്. കുഴലൂതണല്ല, ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കുഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഈശ്വന്തി അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. അതാണ് വിഷയം. എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട് എപ്പോഴും കാറിയും കൂവി നിലയും വിളിച്ച് അവതായും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളൊരു ദൈവം അത്ര കണ്ട് അഡ്രസ്സ് ചെയ്യണില്ല. ഇപ്പൊ എന്താ ഈശോ പറയണത്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഓർക്കും സുവിശേഷത്തില് ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ പോയപ്പോൾ ജോലിയില്ല, വീടില്ല, മരണം, ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലാപം ഉണ്ടായി ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണത്? അത് താഴത്തെ വചനമാണ് എൻ്റെ കീ. എന്താണ്? എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം, കരയണൊക്കെ കൊള്ളാം. കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും. വെറുതെ ഇരുന്നുണ്ട് വീടില്ലേ, ജോലിയില്ലേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണമല്ല. എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം. കാര്യം എല്ലാത്തിൻ്റെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കണം ഈശോ. എന്നെ പ്രതി എന്താണ്? അതിൻ്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷം ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരച്ചിൽ. അല്ല വയറ്റിപ്പിഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയണതല്ല. അതിന് മര്യാദക്ക് അധ്വാനിക്കേണ്ടി വരും. നമ്മൾ ദൈവം സഹായിക്കും. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. കുഴപ്പമില്ലാത്ത കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ എൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ. എല്ലാം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ എന്നെ പ്രതി. ആ വചനം ഒന്നിട്ട് വായിച്ച്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോണ്ടാകുന്ന കരച്ചിലുണ്ടല്ലോ. അപ്പൊ കരയുന്നവർ അനുഗ്രഹീതർ. പീഡിപ്പിക്കുകയും മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസ സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ ജമീയമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം പുകില ഉണ്ടായത്. അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ? അതിന് കരച്ചിലൊന്നുമില്ല. എന്നാൽ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആരും ആക്ഷേപിച്ചാൽ അവർക്ക് മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. വരെ കാര്യമൊന്നും ചെയ്തില്ല. അപ്പൊ എന്നെ മനുഷ്യനെ അവഹേളിക്കുകയും അടുത്ത വചനം എന്താ? പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കാൻ കൈമാറും ചെയ്തതിന്റെ കാര്യം ഉണ്ടായിരുന്നു. പീഡനങ്ങളിൽ നമുക്കുണ്ടാകുന്ന കരച്ചില്. എല്ലാവിധ തിന്മകളും നമ്മൾ കള്ളക്കേസ് കൊടുക്കത്തില്ല നമുക്കെതിരെ.
എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ മനസ്സിലായി, സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വരുന്നത്. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവരും ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല. താഴെ വൃത്തിയായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം, ഈശോയുടെ വചനത്തെ പ്രതി ആയിരിക്കണം. ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ എഴുതിയിരിക്കുന്നത്? കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറയണത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെയാകാം, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വെച്ച് തന്നെയാകാം. എവിടെ ആയാലും ശരി, അത് റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ, വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം. എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം. ഓക്കെ അല്ലേ? സിന്ധു ജോൺ, ഞാൻ വാടി ഇടവകയിൽ നിന്ന് വരുന്നു, കൊല്ലം രൂപത. ആദ്യമായി ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. ഞാൻ ആദ്യമായി പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയുടെ കാര്യത്തിൽ തടസ്സമുണ്ടായിരുന്നു. 8 മാസത്തോളം ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് പലതവണ ഞങ്ങൾ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചിട്ടും നടന്നില്ല, വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാനം ഇന്ന് ജോലി വർക്ക്ഷോപ്പ് പൂട്ടിക്കെട്ടുകയും ചെയ്ത് പണിയില്ലാതെ. പിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലാതിരുന്നപ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് മാതാവിൻ്റെ അടുത്തൊന്ന് പോകാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ തിരുനടയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന് ജോലിയുണ്ട് ജോണേ വരണേന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരിക്കുക, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛൻ വീട്ടിൽ ചെന്ന് ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് ചെന്ന് 2 ദിവസമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് പറഞ്ഞ് ഇനി പണിയില്ല, ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെയായിരുന്നു പലതവണയും പറഞ്ഞിട്ട് പൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇത്തിരി ഉടമ്പടി ഉപ്പും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയത്. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി മിക്സ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഈ ഉപ്പിട്, പിറ്റേ ദിവസം തൊട്ട് അച്ഛന് ജോലി കിട്ടും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ്, പരിശുദ്ധമ്മ ജോലി തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അച്ഛൻ ആ ഉപ്പുമായിട്ട് പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഉപ്പിട്ട് പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ജോണേ പണിയുണ്ട് വരണേന്ന്. ആ ജോലി ഇന്ന് വരെ 8 മാസമായിപ്പോൾ 6 മാസമായി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇന്ന് വരെ ആ ജോലി അച്ഛനെ നഷ്ടപ്പെട്ടിട്ടില്ല. 250 രൂപ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഇന്നേത് വരെ ആ ജോലി നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും ജോലി കൊണ്ട് പോകുന്നുണ്ട്. രണ്ടാമത് എൻ്റെ ഇളയ മകന് വേണ്ടിയാണ്. ഇളയ മകൻ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മകനാണ്. അവൻ എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്ന് അച്ഛനോ കൈക്കാരനോ വിളിച്ചാൽ ഓടിപ്പോവും. ലീവുള്ള സമയത്ത് അവൻ ഇവിടെ നിന്നല്ല പഠിക്കുന്നത്, എറണാകുളത്ത് നിന്നാണ്. അവൻ എറണാകുളത്ത് നിന്ന് വരുമ്പം വിളിച്ചാൽ ഉടനെ ഓടിപ്പോവും. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏതൊരു അൾത്താരയിലായിരുന്നു. അപ്പോൾ ഇവിടെ ലീവിന് വന്ന സമയത്ത് അവിടെ നിന്ന് കൈക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് ആദർശവർണ്ണം വരണേന്ന് പറഞ്ഞ്, അങ്ങനെ ആദർശമോൻ വരണേന്ന് പറഞ്ഞിട്ട് മോൻ ചെന്നപ്പോൾ പറഞ്ഞ് പുകയ്ക്കാനുള്ള കരി എടുക്കാനായിട്ട് മേളിലൊന്ന് കയറണേന്ന് പറഞ്ഞ്. ഇവ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയപ്പോൾ കാലൊന്ന് പെട്ടെന്ന് മടങ്ങി. പക്ഷേ ഇയാൾ അത് കാര്യമാക്കാതെ തിരിച്ച് താഴെ വന്നിട്ട് കരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് താഴെ വന്ന് പിള്ളേരുമായിട്ട് പോയി പന്ത് കളിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ വേദന വന്ന് അവിടെ വെച്ച് കളി നിർത്തി വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദനയുണ്ട്, ഞാൻ പന്ത് കളിച്ചപ്പോൾ വന്നപ്പോൾ ഞാൻ പന്ത് കളിച്ചപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മേളിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് പന്ത് കളിച്ചായിരുന്നു, അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേന്ന് ടോക്കൺ ബുക്ക് ചെയ്ത് ഡോക്ടറിനെ പോയി കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മസിൽ പെയിൻ ആയതിൻ്റെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തെ ഗുളികയും തന്ന് പറഞ്ഞു വിട്ട്. അപ്പോൾ ആ ആഴ്ച തന്നെ മോന് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ മോൻ തിരിച്ചു പോയി ഒരാഴ്ച. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് കയറിയാണ് പുകയെടുക്കുകയും ചെയ്യുന്നത്. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട്, അമ്മ എനിക്ക് വേദന കൂടുന്നുണ്ട്, കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ലീവ് ഉണ്ടല്ലേ, എക്സാം വരെയല്ലേ, ലീവ് ഉണ്ടല്ലേ, മോൻ മിസ്സിനോട് പറഞ്ഞിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരാഴ്ചയും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 ആഴ്ച ആയപ്പോഴത്തേക്ക് തിരിച്ചാൾ വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞമ്മ എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അമ്മ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മോനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോയി കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, അവന് മസിൽ പെയിനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടറിനെ പറഞ്ഞു, ഡോക്ടറെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, കാരണം ഞങ്ങൾക്കൊരു സംശയമുണ്ട്, കാലിനൊരു ഏന്തുള്ളത് കണക്ക് തോന്നുന്നു നടക്കുമ്പം. അപ്പോൾ ഡോക്ടർ വെച്ച് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, എന്തോ എൻ്റെ മോന് നടക്കുമ്പോൾ കാലിനൊരു ഏന്തുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്ന് സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തുകൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി, ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ എക്സാം മുടങ്ങുമോ, പരീക്ഷയിൽ അവൻ എഴുതാൻ പറ്റത്തില്ല, തിരിച്ചുവിൻ്റെ പഠിത്തം, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടറിന് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡോക്ടർ, ഇന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്തുവാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ കാലിനോ. നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത്? ഇത് 6 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷനാണ്, കിടക്കേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊച്ചിന് പെട്ടെന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാനോ എടുക്കാനൊന്നും പറ്റില്ല. 6 മാസം കഴിഞ്ഞാൽ പോലും തന്നെ അവന് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, വേറെയുള്ള കാര്യങ്ങളൊന്നും ഓടിച്ചാടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 28-ാം തീയതിന് ഡേറ്റ് എഴുതിയിട്ടിട്ട് തിരിച്ചു വന്ന് എക്സാം കഴിഞ്ഞ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ച് ജോസഫച്ചൻ മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് സേത്ത് പൂശി വിട്ടു മോനെ. ഞാൻ വീട്ടിൽ ചെന്ന അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് 2 മഴവില്ല് മേളിൽ നിറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ 2 മഴവില്ല്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത്. അന്ന് രാത്രി അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി. ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു, ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന. അപ്പം ഞാൻ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകിപ്പോന്ന്. ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടു. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ. അപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട, എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മോൻ വന്ന് വിളിച്ച് അമ്മ സമയം 2 മണി, അമ്മ ജപമാല ചൊല്ലി എഴുന്നേക്കുന്നില്ലയോ? ഞാൻ പറഞ്ഞു ആ എഴുന്നേക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ അച്ഛനെയല്ലേ സ്വപ്നം കണ്ടത്. ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം രാത്രി കൊന്തയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മക്കളോട് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ട് എൻ്റെ മോന് സുഖം കൊടുക്കും മാതാവ്, കാരണം അച്ഛനെയല്ലേ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുന്ന അച്ഛൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. അതും ഒരു ഇത്തിരി നേരം ഞാൻ കണ്ടോളൂ. അച്ഛൻ വന്നുകൊണ്ട് പറഞ്ഞു മോളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ കയറെന്ന് പറയുന്നതിനെ കൊണ്ട് പെട്ടെന്ന് എന്നെ ആരോ വന്ന് വിളിച്ചുണർത്തി ഞാൻ അങ്ങ് എഴുന്നേറ്റ്. ഇതെല്ലാം ഉറക്കത്തിൽ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സാം കഴിയുമ്പോൾ കൊണ്ടുപോകണമല്ലോ. എക്സാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം തന്ന റിസൾട്ട് വേറെ 2 ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചായിരുന്നു. അന്നേരം ആ ഒരു ഡോക്ടറാണ് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു. 2ാമത് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ പഴം തുണി പോലെ കീറിപ്പോയതാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് അവന് ദൈവം കൊടുത്ത് അവനായിട്ട് ഇല്ലാതാക്കിയതാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ടാൽ അത് ശരിയാവത്തോളം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നെയും എൻ്റെ മൂത്തവൻ പറഞ്ഞ് അമ്മ ഒരു കാര്യം ചെയ്ത് 2 ഡോക്ടർമാരല്ലേ പറഞ്ഞ് ഒരു ഡോക്ടറെയും കൂടെ കാണിച്ച് നോക്കാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്തും ഈ റിസൾട്ട് ഞാനും മോനും അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടറും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ വേറൊരു ചേച്ചിക്ക് റിസൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഡോക്ടർ പറയുന്ന കണക്കിനെ നിങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ അടുത്ത് വന്ന് പോകുന്നതൊക്കെ. പിന്നീട് ഞാൻ 2ാമത്തെ സ്കാനിങ് ഡോക്ടറിൽ നിന്ന് എഴുതി മേടിച്ച് സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അന്ന് കിട്ടത്തില്ല, പിറ്റേ ദിവസം കിട്ടത്തോളം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ മാതാവായിട്ട് ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ വെപ്രാളവും കണ്ടിട്ടായിരിക്കും അന്ന് തന്നെ 3:30 ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് തന്ന്. മോൻ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങനെ പറയത്തൊക്കെ കുഴപ്പമൊന്നും കാണും. ഞാൻ പറഞ്ഞു നീ പറഞ്ഞില്ലേ എന്നാലും നമുക്ക് ഡോക്ടറിനെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട്, വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി, ചിരിച്ചിട്ട് പറഞ്ഞു മോൻ നടന്ന് നോക്കട്ട്, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ ഓപ്പറേഷത്തിന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ, ഞാൻ ഇത്രയും വിച്ചറിഞ്ഞോളൂ എൻ്റെ അമ്മയെടുത്ത്. അമ്മ എനിക്ക് വചനത്തിൽ തന്നതെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനാവാത്ത കര ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞത് എന്നോട് നീ സങ്കടപ്പെടണ്ടെന്നാണ് എപ്പോഴും എന്നോട് പറയും. ഞാൻ അമ്മയെ എൻ്റെ മകന് സുഖം തന്നില്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ മക്കളും ഒരു പപ്പായും പറയുമായിരുന്നു നമ്മൾ ദൈവം പാതി നാം പാതി എന്നാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ മകന് തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന വന്ന് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഡിസ്ക് ബൾജായി നിൽക്കുകയാണ്, ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് മരുന്ന്
ചെയ്താലേ സുഖമാകത്തുള്ളൂ. അത് എപ്പോൾ സുഖമാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എത്ര നാളെടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആയുർവേദത്തിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പുറത്ത് പോകാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛനാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഒരു 3 ദിവസം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ ഉടമ്പടി തൈലമുള്ളടുത്ത് ഞാൻ എന്തിനു ഈ മരുന്ന് തേക്കുന്നത്? ഞാൻ അത് മാറ്റിയിട്ട് എല്ലാ ദിവസവും 2 നേരവും മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ എനിക്ക് പള്ളിയിൽ പോയി ഇരുന്ന് കുർബാന കാണാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, മുട്ടുകുത്താൻ പറ്റത്തില്ല, പരിശുദ്ധ കുർബാന എടുത്തിട്ട് മുട്ടുകുത്താൻ പറ്റത്തില്ല, ആരാധന സമയം മുട്ടുകുത്താൻ പറ്റത്തില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേദനയായിരുന്നു അത്രയും. പക്ഷേ ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദന പതിയെ കുറഞ്ഞു വന്നു. ഇന്ന് എനിക്ക് ആ നടുവേദന എൻ്റെ ശരീരത്തിൽ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് എൻ്റെ മൂത്ത മകന് ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അവസാനത്തെ എക്സാം വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഭയമുണ്ട്, ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്നാലും എന്തോ എനിക്കൊരു പേടിയുണ്ട്, അമ്മ എന്നാലും ഞാൻ ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട. അവന് പോകാൻ നേരമായപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ എണ്ണ തലയിൽ പൂശി കൊടുക്കുകയും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ പേനയുടെ ക്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഈ ഉപ്പെടുത്ത് ഇരിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ 4 വശം ഇട്ടിട്ട് എഴുതണം. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 7 എന്നുള്ളതിൻ്റെ 75% മാർക്കോടുകൂടി മോൻ പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവ 85% മാർക്കോടുകൂടി പാസ്സായി. പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനക്കോടി നന്ദി പറയുന്നു ഞാൻ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവുന്നതാണ്, പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ രോഗികളെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. പൊതിച്ചോറ് ഞങ്ങൾ മൂത്താൾ വീട്ടിലല്ല, അവൻ തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇളയാളുള്ള സമയത്ത് ഇളയാളും പപ്പായും കൂടെ എന്നെ സഹായിക്കും, എല്ലാം വയ്ക്കാനും വിളമ്പാനും പൊതിഞ്ഞ് കെട്ടാനും. എന്നിട്ട് ഞങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും അവർക്ക് പൈസയും കൊടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള രോഗികൾ 1-2 പേരുണ്ട്, അവരെയൊക്കെ പോയി കാണും. പിന്നെ അറിയാം എവിടെയൊക്കെ രോഗികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ പറ്റുന്നിടത്ത് പോകും. പിന്നെ അനാഥാലയങ്ങളിൽ പോവും, അവിടെയും നമ്മൾ പോയി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യും, അവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യും. പിന്നെ പ്രേക്ഷിത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞാൻ മേടിച്ചിട്ട് എൻ്റെ ഈ മകനുണ്ടായിരുന്ന സമയത്ത് ഇവനെയും കൊണ്ട് നടന്ന് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് ഞാൻ പറയും, എൻ്റെ മോൻ ഇങ്ങനൊരു വലിയ അനുഗ്രഹം മാതാവ് തന്നതാണ്, അവന് ഓപ്പറേഷൻ കൂടാതെ സുഖമാക്കി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ പോയി മാതാവിനെ കാണണം, മാതാവ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം തരുമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു, എല്ലായിടത്തും പറയുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വയ്യാതെ തൊണ്ടയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഈ ഒരു പനി വന്നിട്ട് എനിക്ക് ശരീരം മണ്ടയും തലയൊക്കെ പഴുത്തിട്ട് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു, കാറ്റ് പോലെ മാത്രമേ വരത്തുള്ളായിരുന്നു. അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോയി. വേറൊരു ചേച്ചി ഇരുന്നിട്ട് നമ്മുടെ ജാതിയല്ല, ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ ഈ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ കയ്യിലിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് വെച്ച് കൊന്തയാണോ എന്ന് ചോദിച്ചു. ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ആന്ന് ജവമാലയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വെച്ച് എങ്ങനെയാണെന്ന് ഞാൻ അത് മൊത്തം ഇരുന്ന് ചൊല്ലുന്ന രീതി, സൗണ്ട് ഇല്ല എനിക്ക്, എങ്കിലും ഞാൻ എൻ്റെ സ്ട്രെയിൻ എടുത്ത് എന്നെ പറ്റുന്ന രീതിയിൽ ആ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണില്ലേ നിങ്ങൾ ജവമാല ചൊല്ലുന്നത്. ഞാൻ പറഞ്ഞാന്ന് അത് അറിയാഞ്ഞൂടാത്തവർക്ക്. അപ്പം ഞാൻ ചോദിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ കൃപാസനത്തിൽ? അപ്പോൾ പറഞ്ഞില്ല, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആലപ്പുഴ കലവൂരാണ്, അവിടെ പോകണം മാതാവിൻ്റെ അടുത്ത്, ഞാൻ അവിടുത്തെ പ്രേക്ഷിതയാണ്, ഞാൻ അവിടെ പോകുകയെടുക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മാതാവ് എനിക്ക് ചെയ്തെന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നിയമാവർത്തനം 28:5-6 തിരുവചനങ്ങൾ. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. സിന്ധു ജോൺ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന കൃപാസന മാതാവിലൂടെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്ക് വരുമാനമില്ലാതായ സാഹചര്യമാണ്. വർക്ക്ഷോപ്പ് ജോലിയൊന്നുമില്ലാതെ ക്ലേശിച്ച നാളുകളിൽ ഏറെ നാളത് ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയും തെളിയാതെ നിൽക്കുമ്പോഴാണ് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി കൊടുക്കുകയും അത് ആ വർക്ക്ഷോപ്പിൽ വിതറി അമ്മ മാതാവിൽ ശരണപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കൈമാറുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഓണർ സഹോദരനെ വിളിക്കുകയും പിന്നീട് ഇന്ന് വരെയും ഒരു ദിനം പോലും പണിയില്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും നിറയെ ആ വർക്ക്ഷോപ്പിൽ പണി കിട്ടിക്കൊണ്ട് കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിച്ചത് സാക്ഷ്യപ്പെടുത്തുകയാണ്.
പിന്നീട് ഓരോരുത്തർക്കും വന്ന രോഗസൗഖ്യ വിഷയങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഓരോന്നിനും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നതും. നമുക്കറിയാം, ഉടമ്പടി പ്രകാരം നമുക്ക് കൈമാറുന്ന നേർച്ച വസ്തുക്കൾ ദൈവശക്തി പകർന്ന് കൈമാറുകയാണ്. ഓരോ ദിവസവും ജോസഫ് അച്ഛൻ ദിവ്യബലിക്ക് ശേഷം ഈ നേർച്ച വസ്തുക്കളെല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്. അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണയാൽ, നാളിതുവരെ ജോസഫ് അച്ഛൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളാൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് അനുഗ്രഹവും സൗഖ്യവും സംരക്ഷണവും സഹായവുമായി തീരണമെന്ന് അമ്മ മാതാവിൽ പ്രത്യേകം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഓരോ നേർച്ച വസ്തുവും ആശീർവദിക്കുന്നത്. അത് വിശ്വസിച്ച് സ്വീകരിക്കുകയും അത് അനുഗ്രഹമാകുമെന്ന പ്രത്യാശയോടുകൂടി പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ അടയാള വസ്തുക്കളായി തീരുന്നത്. അത് നമുക്ക് തൊഴിലിടത്തിൽ അനുഗ്രഹത്തിൻ്റെതാവുന്നു, രോഗക്ലേശങ്ങൾക്ക് സൗഖ്യത്തിൻ്റെതാവുന്നു, പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ അവ മാറിപ്പോകുന്നതിന് കാരണമായി തീരുന്നത് നാം എങ്ങനെ ഈ നേർച്ച വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴൊക്കെ ഒരു നേർച്ച വസ്തു നിങ്ങൾ ഉപയോഗിക്കുവാനായി കരങ്ങളിലെടുക്കുന്നുവോ അപ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ദൈവശക്തി പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം പ്രയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഒന്നിനു പിറകെ ഒന്നായി ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, മരുന്നിൻ്റെ ശക്തി കൊണ്ടല്ല, കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ടുമല്ല, മറിച്ച് ദൈവശക്തി ഒന്നുകൊണ്ട് മാത്രം, ദൈവകൃപയാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ശരണപ്പെട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് അമ്മ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്കിത് ഓരോ നിയോഗവും അനുഗ്രഹമാക്കി നൽകിയെന്ന് ഏറ്റുപറയുകയാണ്. പ്രത്യേകിച്ച് മകൻ്റെ സൗഖ്യത്തെക്കുറിച്ച് വളരെ വാചാലമായി തന്നെ സഹോദരി സൂചിപ്പിച്ചു. ലിഗമെൻ്റ് പൊട്ടിപ്പോയതാണ്. പൊട്ടിയെന്ന് മാത്രമല്ല, അത് പിഞ്ചിപ്പോയതാണ്. തിരികെ അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുവാൻ പറ്റാത്ത വിധം ആകെ അത് ടിയർ ചെയ്ത് പിഞ്ചി പൊളിഞ്ഞുപോയ ലിഗമെൻറ്റുമായി മകൻ്റെ സ്കാൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് 3 ഡോക്ടർമാരും ഒരുപോലെ പറയുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇവൻ ഈ ലിഗമെൻ്റ് ഉപയോഗിച്ച് നന്നായി കാല് മടക്കി നടക്കുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് 6 മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുന്നത് കൊണ്ട് അവൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് അമ്മ പറയുന്നുണ്ട്. ഈ ലോകത്തിലെ വൈദ്യന്മാരല്ലല്ലോ ശരിയായ വൈദ്യൻ. സൗഖ്യപ്പെടുത്തുന്നവനും സംരക്ഷിക്കുന്നവനും സുവിശേഷങ്ങൾ അനേകർക്ക് ഏത് രോഗത്തിനും സൗഖ്യം പകർന്ന കർത്താവിൻ്റെ അരികിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെയാണ് ജോസഫ് അച്ഛൻ്റെ അരികിൽ കൊണ്ടുവന്ന് മകനെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈവപ്പ് ശുശ്രൂഷയിലൂടെ നമ്മുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ നിയോഗം വിശുദ്ധമായിരിക്കണം, നമ്മുടെ ആവശ്യം അത്യാവശ്യമായിരിക്കണം. ദൈവത്തിന് സൗഖ്യപ്പെടുത്തുവാൻ, ഇടപെടുവാൻ, പരിഹരിക്കുവാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാണ് നിങ്ങൾ ജീവിത വിഷയത്തെ ജോസഫ് അച്ഛൻ്റെ കരങ്ങളിൽ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതെങ്കിൽ അച്ഛനത് അമ്മ മാതാവിന് നമ്മുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ച്, ഡോക്യുമെന്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കുരിശുരൂപം കരങ്ങളിൽ നൽകിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ ആവശ്യപ്പെടുമ്പോൾ സൈത്ത് പൂശിക്കൊണ്ട് നമ്മുടെ രോഗമുള്ളിടത്ത് സൈത്ത് പൂശി കുരിശടയാളം വരച്ച് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണയാൽ സൗഖ്യത്തിന് വേണ്ടി, ജീവിത വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് സൗഖ്യത്തിൻ്റെ അടയാളമായി മാറും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി അൾത്താരയിൽ ഏറ്റുപറയുക. അല്പ ദിവസം കഴിയുമ്പോൾ മഴവില്ല് കാണുന്നുണ്ട്. അത് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അമ്മ സാന്നിധ്യമായി വരുമ്പോൾ സഹോദരിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് ഇടപെടുന്നു, എൻ്റെ ഈശോയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു, എൻ്റെ മകൻ്റെ നിയോഗത്തിന് മേൽ തീരുമാനമാകുന്നുവെന്ന്. അതാണ് തിരികെ ചെന്ന് ഡോക്ടർമാരോട് പറയുന്നത്, ഒന്നുകൂടി സ്കാൻ ചെയ്യണം. അവർക്ക് സംശയമില്ലാത്തത്, അവർ ഓപ്പറേഷന് വേണ്ടി തയ്യാറായിരിക്കുന്ന വിഷയത്തെ ഒരിക്കൽ കൂടി കൊടുത്തുകൊണ്ട് ഡോക്ടർമാരോട് പറയുന്നു, ഇതൊന്നുകൂടി സ്കാൻ ചെയ്യണം. സ്കാൻ റിപ്പോർട്ടിൽ ലിഗമെന്റിന്റെ മുഴുവനായി സൗഖ്യപ്പെട്ടത്, ആ പൊട്ടൽ പോലും കാണപ്പെടാത്ത വിധം പൂർണ്ണമായി ആ രോഗം ഭേദമായെന്ന് ഡോക്ടർമാർ തിരിച്ചു പറയുമ്പോൾ എന്ത് ചെയ്തു, എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അമ്മ മാതാവിൻ്റെ തിരുനടവരെ എത്തി, ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചു, അച്ഛൻ്റെ കരങ്ങളിലേക്ക്, ജോസഫ് അച്ഛൻ്റെ കരങ്ങളിലേക്ക് ഈ രോഗവിഷയം സമർപ്പിച്ചുകൊണ്ട് സൈത്തപൂശി പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അച്ഛൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യപ്പെട്ടു വന്ന
പ്രിയമുള്ളവരെ, ദൈവം വലിയ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം അറിയുന്നതിന് വേണ്ടി കൂടിയാണ്. അനേക മക്കൾക്ക് അടയാളങ്ങൾ കൊടുക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്നും സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്നും ജീവിത ക്ലേശങ്ങൾക്ക് ഭാരം ലഘൂകരിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകം അറിയുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി അമ്മ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കണമേ, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ലോകത്തിന് നടത്തിത്തരുവാനാവാത്തതൊക്കെയും ദൈവത്തിന് നമുക്ക് വേണ്ടി നടത്തിത്തരുവാൻ കഴിവുണ്ട്. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ചോദിച്ചാൽ അവൻ തന്നുകൊണ്ടിരിക്കും, സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന്, വരുമാന വർധനവിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവിനും എനിക്ക് രണ്ടാമതായി ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കാൻ തന്നതിന് നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ സ്ഥലം ഇടുക്കി അടുത്തുള്ള തൊടുപുഴയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 2022 അന്ന് ഞാൻ എടുക്കുന്നത് എനിക്കൊരു ഭവനം ഇല്ലായിരുന്നു. അത് 3 മാസം കൊണ്ട് എനിക്കൊരു ഭവനം പണിയാൻ സാധിച്ചു. എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് 3 മാസത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പിന്നത്തെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഭവനം 3 മാസം കൊണ്ട് എനിക്ക് മാതാവ് പണിയാൻ സാധിച്ചു തന്നത്. അതിന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. രണ്ടാമത്തെ തവണ ഞാൻ പറയുന്നത്, എനിക്കൊരു ജോലിയില്ലായിരുന്നു. ഞാനൊരു കടയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ദിവസം മാതാവിൻ്റെ ഒക്ടോബർ 25 റാലിക്ക് പോകുന്ന കാര്യം എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് കടയിൽ നിന്ന് അവധി തരത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, അടുത്ത വർഷത്തെ ഒക്ടോബർ 25 റാലിക്ക് പോകാൻ എനിക്ക് പറ്റിയ ഒരു ജോലി, അതായത് ശനിയാഴ്ച ഞായറാഴ്ച അവധിയുള്ള ഒരു ജോലി എനിക്ക് തരണേ മാതാവേ എന്ന്. വന്നാൽ ഞാൻ അടുത്ത ആഴ്ച റാലിക്ക് ഞാനിവിടെ വന്നോളാം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഈ വർഷം 6 മാസം മുമ്പ് എനിക്ക് മുനിസിപ്പാലിറ്റി തന്നെ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ജോലി, സ്പെഷ്യൽ സ്കൂളിൽ ആയിട്ട് ജോലി കിട്ടി. ഞാൻ ഈ വർഷത്തെ മാതാവിൻ്റെ റാലിയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഈ ജോലിക്ക് 10ാം ക്ലാസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അവർ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഞാൻ +2ന് അപേക്ഷ കൊടുക്കുകയും +1ൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ 2 വിഷയത്തിന് ഫെയിലായി പോയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഈ പ്രായത്തിൽ ഞാൻ പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു? എന്നാലും എനിക്ക് മാതാവ് പറഞ്ഞു വന്നു, അടുത്ത വർഷം നീ അത് ജയിക്കുമെന്ന്. +2ൻ്റെ പരീക്ഷയ്ക്ക് ഞാനിവിടെ വന്നു. അവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വെഞ്ചിരിച്ച പേനയൊക്കെ ആയിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത്. ഉടമ്പടി തൈലം എൻ്റെ ഹോൾ ടിക്കറ്റേ തൂത്തു. ഉപ്പുമായിട്ട് പോയി. ഉപ്പ് ഞാൻ ഇരുന്ന ബെഞ്ചിൻ്റെ സൈഡിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ പ്രാവശ്യത്തെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും എനിക്ക് 2-3 വിഷയത്തിന് A+ കിട്ടി. ഇതെല്ലാം കിട്ടി. എനിക്ക് 43ാമത്തെ വയസ്സിൽ +2 ജയിക്കാൻ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് ഒരു 2-3 വർഷം മുമ്പ് എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആ വണ്ടി ആക്സിഡൻറ്റിൽ എൻ്റെ ഈ 2 ഇടുപ്പിന് വേദനയായിരുന്നു. ആ വേദന ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അസ്ഥിക്കകത്തൊരു ഇഞ്ചക്ഷൻ ചെയ്താലേ അത് പോകത്തുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഞാൻ മരുന്നൊന്നും കഴിക്കാതെ മാതാവിൻ്റെ ഉടമ്പടി തൈലം തന്നെ തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഈ വേദന മാറ്റിത്തന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ 2 ഇടുപ്പിൻ്റെ വേദനയും മാതാവ് അത്ഭുതകരമായിട്ട് മാറ്റിത്തന്നു. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. പിന്നീടുള്ളത്, അന്ന് പറഞ്ഞില്ല എനിക്ക് ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അന്ന് ഒരു വലിയ തിട്ടിൻ്റെ മേളിൽ നിന്നാണ് വണ്ടി ആക്സിഡൻറ്റ് താഴോട്ട് പോയത്. പക്ഷേ ഒരു ഒടിവ് പോലും പറ്റാതെ എൻ്റെ കാലിനൊരു കമ്പ് മാത്രം കുത്തിക്കയറി എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതെല്ലാം തന്ന എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിനും എൻ്റെ യേശുവിനും കോടി നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ ഉണ്ട്. അവർ പറയുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ആരെന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇത് കൊടുക്കും. പിന്നെ എൻ്റെ ഇതിലായിട്ട് ഒത്തിരി പേര്, ഞാൻ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്, ഒത്തിരി പേരെ ഞാൻ കൃപാസനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കുണ്ടായ അനുഗ്രഹം കണ്ട് തന്നെയാണ് എല്ലാവരും എൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി പേരെ ഞാൻ എൻ്റെ മാതാവിലേക്ക് അടുപ്പിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. ഇതിന് ഞാൻ യേശുവിനും മാതാവിനും നന്ദി പറയുന്നു. 2-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും,
അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രിയയുടെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. പ്രിയ എപ്പോഴും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി ഉടമ്പടിയെടുത്ത് ജീവിച്ചപ്പോൾ ഉടമ്പടിയിലുണ്ടായിരുന്ന എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായി പാലിക്കുകയും ഈശോയോടുള്ള ആ വാഗ്ദാനം കൃത്യമായി പാലിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പ്രിയ പ്രാർത്ഥിച്ചതെല്ലാം അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ചതുകൊണ്ട് വളരെ കൃത്യമായി പ്രിയ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രിയ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്, ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ലഭിക്കുന്ന ഒരു ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. യോഗ്യതകളൊന്നുമില്ലാതെ +2 പാസ്സാകാതെ തന്നെ ഈ മകൾക്ക് ജോലി ലഭിക്കുക അസാധ്യമായിരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ +2 പാസ്സാകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി 43-ാമത്തെ വയസ്സിലാണ് ഈ മകൾ +2 പാസ്സായത്. അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലി നൽകി മകളെ ഉയർത്തി. നമുക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എന്തുമാത്രം പദ്ധതികളാണ് നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. പ്രിയയുടെ ജീവിതത്തിലുണ്ടായത് തന്നെയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ ഒരു അറ്റ പ്രായത്തിൽ ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതഭാരങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് ഈ മകളെ ആശ്വസിപ്പിക്കുകയും ഉടമ്പടിയിൽ ഉറച്ചു മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാ കൃപകളും നൽകിയതിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ പ്രിയ പറയുകയുണ്ടായി, ആക്സിഡൻറ്റിൽപ്പെട്ട് വളരെയധികം നാളുകൾ പ്രിയയ്ക്ക് അടുപ്പിന് വേദനയായിരുന്നു. എത്ര തന്നെ ചികിത്സിച്ചിട്ടും ആ വേദന വിട്ടുമാറുന്നില്ലായിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി നിറച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ലഭിക്കുകയും ആ വേദന വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ സൗഖ്യത്തിലൂടെ മകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്തു. പ്രിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും പ്രത്യക്ഷീകരണ സാക്ഷിയായി ആൾത്താരയിൽ വരാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ ജീവിതഭാരങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി